അസ്സലാമു അലൈക്കും. എൻ്റെ എല്ലാ കുട്ടി വ്യൂവേഴ്സിനും സലു കിച്ചൻ്റെ ശിശുദിനാശംസകൾ. ഇന്ന് ഞാൻ ശിശുദിനത്തിൽ കുട്ടികൾക്കായി ഉണ്ടാക്കുന്നത് 2 സ്പെഷ്യൽ ജ്യൂസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ഹെൽത്തിയും റിഫ്രഷിങ്ങുമായിട്ടുള്ള ജ്യൂസാണ്. ഈ ഒരു കാലാവസ്ഥയിൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസാണിത്. ശരിക്കും ഇത് കുടിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലൊരു ഉന്മേഷം വരും. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ, വലിയവർക്കും പറ്റിയ ജ്യൂസാണിത്. ഇത് നിങ്ങൾ ഈ ഒരു ശിശുദിനത്തിൽ ഒരു തവണയെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അവരുടെ ഫീഡ്ബാക്ക് എന്നെ ഒന്ന് അറിയിക്കണേ. അപ്പം നമുക്ക് ഈ ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ടൊമാറ്റോ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 6 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. നല്ല കളറുള്ള പഴുത്ത ടൊമാറ്റോയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചിയാണ്. ഇഞ്ചി നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പീസ് എടുത്താൽ മതി, വലിയ പീസ് എടുക്കണ്ട. വലിയ പീസ് ഇട്ട് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും. പിന്നെ വേണ്ടത് പകുതി നാരങ്ങയുടെ നീര്. പിന്നെ നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള ഐസും വേണം, മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും, ഒരു നുള്ളു ഉപ്പും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് എങ്ങനെയാണ് ജ്യൂസ് ആക്കുന്നതെന്ന് നോക്കാം. മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ഈ ചെറിയ പീസ് ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പകുതി നാരങ്ങ എടുത്തത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. നല്ല ഐസ് ഇട്ടൊക്കെ അടിച്ചെടുത്താലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാനിവിടെ ഒരു നുള്ളു ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഇനി ഞാൻ 1 കപ്പ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത്രയും മതിയാകും. കണ്ടോ? ഇതിന് നമുക്ക് അരിച്ചൊഴിക്കാം. ഒരു അരിപ്പെടുത്തിട്ട് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഈ ജ്യൂസിന് ടേസ്റ്റ് ഉണ്ടാകത്തില്ല. കുറച്ചൊരു തിക്നെസ് എന്തായാലും വേണം ഈ ജ്യൂസിന്. ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഐസ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ടൊമാറ്റോ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ശരിക്കും ആ ഇഞ്ചിയുടെയും നാരങ്ങയും തണുപ്പും ആ ടൊമാറ്റോയും ഒക്കെ ചേർന്നിട്ട് നല്ല ഒരു റിഫ്രഷിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുക്കുംബർ ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കുംബറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ സാലഡിനൊക്കെ എടുക്കുന്ന കുക്കുംബറാണ്. കുറച്ച് വലിപ്പമുള്ള കുക്കുംബറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗൾഫിലൊക്കെ ആണെങ്കിൽ ചെറിയ കുക്കുംബർ കിട്ടും, അതിപ്പോൾ നാട്ടിലും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ നമുക്ക് ജ്യൂസ് കിട്ടുന്നത്, ജ്യൂസിന് വേണ്ടിയിട്ടാണെങ്കിൽ ഈ ടൈപ്പിലുള്ള കുക്കുംബർ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ സാമ്പാറിനൊന്നും ഇടുന്ന കുക്കുംബർ അല്ല കേട്ടോ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ഒരു പീസ് ഇഞ്ചി. പിന്നെ വേണ്ടത് പകുതി നാരങ്ങ. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര ചേർക്കത്തില്ല, ഇത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഈ കുക്കുംബറിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു പീലർ കൊണ്ട് പീൽ ചെയ്തെടുത്താൽ മതിയാകും. ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്ത ശേഷം ഞാൻ വാഷ് ചെയ്തെടുത്ത കുക്കുംബറാണ് കേട്ടോ. ഈ സെൻറ്ററിലെ ഈ പോർഷൻ ഉണ്ടല്ലോ, ഇതങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കാരണം ഈ അരി നമ്മൾ കിടന്നു കഴിഞ്ഞാൽ ഒരു കയ്പുണ്ടാവും. 1 ഗ്ലാസിൻ്റെ അളവാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മളിത് അടിച്ചെടുക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഐസ് ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. തണുപ്പുണ്ടെങ്കിലേ ഈ ജ്യൂസ് ടേസ്റ്റ് ഉള്ളൂ കുടിക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ നെല്ലിക്കയുടെ സീഡും മാറ്റാം.
ശരിക്കും നല്ല അയണല്ലേ നെല്ലിക്ക. ഇത് കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല ഒരു ജ്യൂസാണ് കേട്ടോ. ഞാനൊരു കുക്കുംബർ ജ്യൂസ് ഇതിന് മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഈ ജ്യൂസ് ഞാൻ തയ്യാറാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കാണിച്ചു തരുന്നത്. ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന കുക്കുംബർ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതിലേക്കിന് ഈ നെല്ലിക്കയും ഇഞ്ചി ഇതുപോലെ ചെറിയൊരു പീസ് മതി കേട്ടോ. പിന്നെ ഈ നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇതിലേക്കിന് ഞാൻ ഒരു പീസ് ഐസ് ഇട്ട് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത്രയും മതിയാകും. ഇതിന് നമുക്ക് അരിച്ചെടുക്കാം. നമ്മളിത് അരിച്ച് തന്നെ എടുക്കണം, കാരണം ആ ഇഞ്ചിയുടെ ആ ഒരു നാരുണ്ടല്ലോ, അപ്പം അതൊക്കെ പോകണമെങ്കിൽ അരിച്ചെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കണ്ടോ, അരിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. ഇത് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ. ഈ പറഞ്ഞ അളവ് കുക്കുംബറിനാണെങ്കിൽ ഇത്രയും മതിയാകും വെള്ളം. ഈ ജ്യൂസിന് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിലേക്കിനി നമ്മൾ 2 പീസ് ഐസും കൂടി ഞാൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതും നല്ല റിഫ്രഷ്മെൻറ്റ് കിട്ടുന്ന ഒരു ജ്യൂസ് തന്നെയാണ്. കാരണം ഇതിൽ പഞ്ചസാരയൊന്നും ചേർക്കുന്നില്ല. കുക്കുംബറും കണ്ടില്ലേ, നാരങ്ങയും, നല്ലൊരു എനർജി നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഇത് എന്തുകൊണ്ടും ഈ വേനൽക്കാലത്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഒരു ജ്യൂസാണ്. നല്ല റിഫ്രഷിങ്ങും ഹെൽത്തിയുമായിട്ടുള്ള നമ്മളുടെ ടൊമാറ്റോ ജ്യൂസും കുക്കുംബർ ജ്യൂസും ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.